നമസ്കാരം. മലയാളി വാർത്ത ഇൻഡെപ്തിലേക്ക് സ്വാഗതം. തൻ്റെ മകൻ ഒരു കൊലയാളിയാണ്. അത് അംഗീകരിക്കാൻ ഒരു അമ്മമാർക്കും സാധിക്കില്ല. അത് പതുക്കെ മാത്രമേ ഓരോ അമ്മമാരും അംഗീകരിക്കുകയുള്ളൂ. അവർക്ക് താങ്ങാവുന്നതിലും അപ്പുറമാണ്. എല്ലാ നഷ്ടങ്ങൾക്കും നടുവിൽ നിൽക്കുമ്പോഴും തൻ്റെ മകൻ ഒരു കൊലയാളിയാണ് അല്ലെങ്കിൽ തൻ്റെ മകൻ ഒരു കൊലയാളിയായി എന്ന ഈ വസ്തുത പല അമ്മമാരും അത് അംഗീകരിക്കാൻ ഒരുപാട് സമയമെടുക്കും. അവർക്കത് പറ്റിയെന്ന് വരില്ല. അതുതന്നെയാണ് നമ്മൾ വെഞ്ഞാറമൂട് കണ്ടത്. ഷെമി എന്ന മാതൃഹൃദയത്തിന് തൻ്റെ മകൻ ഒരു കൊലയാളിയായി എന്ന് അംഗീകരിക്കാനോ വിശ്വസിക്കാനോ കഴിയുന്നില്ല. പാറ്റയെപ്പോലും നോവിക്കാത്ത, പാറ്റയെപ്പോലും കൊല്ലാൻ മടിക്കുന്ന, അല്ലെങ്കിൽ പാറ്റയെപ്പോലും പേടിച്ചിരുന്ന അഫാൻ എന്ന 23-കാരൻ എങ്ങനെ ഇത്രയും പേരെ കൊലപ്പെടുത്തി എന്ന ചോദ്യം ഒരു വിങ്ങലോടെയാണ് ആ മാതൃഹൃദയം ചോദിക്കുന്നത്. അതുതന്നെയാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ കണ്ടത്. ആ കിടക്കയിൽ കിടന്നും തൻ്റെ മകനെ രക്ഷിക്കാനുള്ള തീവ്ര ശ്രമമായിരുന്നു ഷെമി എന്ന മാതാവ് നടത്തിയത്. ഒരൊറ്റ ചോദ്യം, ആ ചോദ്യം മതി ആ അമ്മയുടെ മനസ്സ് എത്രത്തോളം ആഗ്രഹിക്കുന്നു ആ മകന് വേണ്ടി, അല്ലെങ്കിൽ ആ മകൻ ശിക്ഷിക്കപ്പെടരുത്, മകൻ പുറത്തിറങ്ങണം എന്നത്. ഒരു മാധ്യമത്തോട് സംസാരിച്ചപ്പോൾ ആ അമ്മ പറഞ്ഞ വാക്കുകൾ ഇങ്ങനെയാണ്: തൻ്റെ മകനെ എങ്ങനെയെങ്കിലും ഇറക്കണം സാറേ. മാതൃസ്നേഹത്തിന് മുന്നിൽ അങ്ങനെ എന്തെങ്കിലും മാറ്റം വരുമോ സാറേ? നിയമം അങ്ങനെ എന്തെങ്കിലും കനിവ് കാണിക്കുമോ സാറേ? ഈ ചോദ്യം, അതെ, അക്ഷരാർത്ഥത്തിൽ ആ അമ്മ ആഗ്രഹിക്കുകയാണ് ആ മകൻ ഇറങ്ങണം, പുറത്തിറങ്ങണം, അല്ലെങ്കിൽ അവൻ ശിക്ഷിക്കപ്പെടരുത്, അല്ലെങ്കിൽ എൻ്റെ മകൻ അങ്ങനെ ചെയ്യില്ല. ആ അമ്മയ്ക്ക് ഇപ്പോഴും അത് അംഗീകരിക്കാനും അത് സമ്മതിക്കാനും ബുദ്ധിമുട്ടായിരുന്നു. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ആ ഒരു മാതാവിനെയാണ് നമ്മൾ കണ്ടത്. എന്നാൽ ഇന്നലെ വൈകുന്നേരത്തോടെ നിലപാടിലൊക്കെ, രാവിലെ വരെ താൻ കട്ടിലിൽ നിന്ന് വീണു എന്ന ഒരു മൊഴിയിൽ ഉറച്ചു നിന്ന ഷെമി പിന്നെ വൈകുന്നേരമായപ്പോൾ സത്യം പറയാൻ തുടങ്ങി. അതായത് സത്യം പറയുന്നതിന് പിന്നിലും തൻ്റെ മകനെ രക്ഷിക്കാനുള്ള ഒരു ഉദ്ദേശമാണോ ആ മാതാവിനുള്ളത് എന്ന ചോദ്യം ഉയരുകയാണ്. നടക്കാൻ ബുദ്ധിമുട്ടാണ് ഷെമിക്ക്. പഴയ വീട്ടിൽ കിടക്കാൻ ബുദ്ധിമുട്ടായിരിക്കുമല്ലോ എന്ന ചോദ്യത്തിന് അതെ എന്നായിരുന്നു ആ അമ്മയുടെ മറുപടി. ഞാൻ പറഞ്ഞത് കറക്റ്റാണെന്നും എനിക്കതേ ഓർമ്മയുള്ളൂ എന്നും ആ അമ്മ പറഞ്ഞതാണ്. പക്ഷെ വൈകുന്നേരത്തോടെ ആ നിലപാടുകളെല്ലാം മാറി, സത്യങ്ങൾ പറയാൻ തുടങ്ങി, എല്ലാം പുറത്തേക്ക് വരാൻ തുടങ്ങി. എനിക്ക് അവനാണ് ഏക പ്രതീക്ഷ, അവനില്ലാതെ എനിക്ക് ജീവിക്കാൻ പറ്റില്ല എന്നതടക്കമുള്ള പ്രതികരണവും ഷെമി എന്ന മാതാവ് നടത്തുകയുണ്ടായി. റഹീമിനോടും താൻ അതുതന്നെയാണ് പറഞ്ഞത്. എന്തൊക്കെയാണ് അഫാൻ ചെയ്തു കൂട്ടിയതെന്ന് എല്ലാവരും വന്ന് എന്നോട് പറഞ്ഞു. എൻ്റെ കൊച്ചിനെ ഒന്ന് ഇറക്കി തരാവോ? അവനെ പ്രതീക്ഷിച്ചാണ് ഞാൻ ജീവിക്കുന്നത്. അവനെങ്കിലും എനിക്ക് ഇറക്കാനാകുമോ? എൻ്റെ ഇളയ മകൻ നഷ്ടമായി, എൻ്റെ മൂത്ത മകനും കൂടി നഷ്ടമാകുന്ന ആ ഒരു അവസ്ഥ, അതിനെക്കുറിച്ച് അമ്മയ്ക്ക് ചിന്തിക്കാൻ പോലും സാധിക്കുന്നില്ല എന്ന് വേണം നമുക്ക് അമ്മയുടെ പ്രതികരണത്തിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇപ്പോൾ ഈ അമ്മ ഇങ്ങനെ പറയുന്നുണ്ട്, ആ മകനിലാണ് പ്രതീക്ഷ, ആ മകനെ ഇറക്കണം എന്നൊക്കെ ഈ അമ്മ ആഗ്രഹിക്കുന്നുണ്ട്. ഇതേ അമ്മ തന്നെയാണ് ദിവസങ്ങൾക്ക് മുൻപ് മക്കളുമൊത്ത് ആത്മഹത്യ ചെയ്യാൻ തീരുമാനിച്ചിരുന്നതായും ഇതിനായി യൂട്യൂബിൽ ഇളയ മകനെ കൊണ്ട് പലതും ഗൂഗിളിൽ സെർച്ച് ചെയ്യിപ്പിച്ചിരുന്നുവെന്നും പറഞ്ഞത്. തീർച്ചയായിട്ടും മരണം തിരഞ്ഞെടുക്കാൻ ആഗ്രഹിച്ചിരുന്ന കുടുംബമാണ് അവർ. ഇപ്പോൾ മകനെ വിട്ടുകൊടുക്കാൻ, അല്ലെങ്കിൽ മകൻ ശിക്ഷിക്കപ്പെടുന്നത് പോലും കാണാൻ കഴിയാത്ത അവസ്ഥയിലേക്ക് ആ മാതാവ് എത്തിയിരിക്കുകയാണ്. തീർച്ചയായിട്ടും വളരെ സങ്കീർണമായ ഒരു അവസ്ഥയിലൂടെയാണ് ഈ കുടുംബം കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. തീർച്ചയായിട്ടും അമ്മ ഇനിയും യാഥാർത്ഥ്യത്തിലേക്ക് വരേണ്ടതായിട്ടുണ്ട്. അമ്മ ഇനിയും ആരോഗ്യപരമായിട്ട് ഭേദപ്പെടേണ്ടതായിട്ടുണ്ട്. തീർച്ചയായിട്ടും എല്ലാ സത്യങ്ങളും ആ അമ്മയ്ക്ക് ഉൾക്കൊള്ളാനാകട്ടെ. എല്ലാ കാര്യങ്ങളും, അതായത് മകൻ ഒരു കുറ്റവാളിയാണ്, അല്ലെങ്കിൽ മകൻ ഈ തെറ്റുകളൊക്കെ ചെയ്തു എന്ന കാര്യമൊക്കെ ഉൾക്കൊള്ളാൻ ആ മാതൃഹൃദയത്തിന് സാധിക്കട്ടെ എന്നാണ് ചുറ്റുമുള്ളവരുടെ പ്രാർത്ഥന. തീർച്ചയായിട്ടും ഇതെല്ലാം കണ്ടും സഹിച്ചും എന്ത് ചെയ്യണമെന്നറിയാതെ ഒരു പിതാവും അരികിലുണ്ട്. അദ്ദേഹത്തിനും ഇതൊക്കെ താങ്ങാനും ഈ ഒരു പ്രതിസന്ധിയെ മറികടക്കാനും ആകട്ടെ എന്ന് തന്നെയാണ് ഏവരും ആഗ്രഹിക്കുന്നത്. ഷെമി സ്വീകരിച്ച നിലപാടിൽ നിന്നും വളരെ വ്യത്യസ്തമായ നിലപാടാണ് റഹീം സ്വീകരിച്ചതെന്നത് ശ്രദ്ധേയമാണ്. കഴിഞ്ഞ ദിവസങ്ങളൊക്കെ അദ്ദേഹം പറഞ്ഞത് നമുക്കറിയാവുന്ന കാര്യമാണ്. മകൻ തെറ്റ് ചെയ്തു, അവൻ കാരണമാണ് പലതും നഷ്ടമായത്, അതായത് പല ജീവനുകളും നഷ്ടമായത്. അവനോട് ഇനി പൊരുത്തപ്പെടാൻ കഴിയില്ല, അവനെ മകനായിട്ട് അല്ലെങ്കിൽ തനിക്ക് കാണണ്ട. അതായത് ഒരുപാട് വർഷങ്ങൾക്ക് ശേഷമാണ് അദ്ദേഹം നാട്ടിലേക്ക് എത്തുന്നത്. അപ്പോൾ മകനെ തനിക്ക് കാണണ്ട എന്നതടക്കമുള്ള ഒരു പ്രതികരണം, അതായത് അഫാനെ ശരിക്കും അഫാൻ എന്ന പ്രതിയെ തള്ളിക്കളയുന്ന ഒരു നിലപാടാണ് ആ പിതാവ് സ്വീകരിച്ചത്. പക്ഷേ കഴിഞ്ഞ ദിവസം വേദനാജനകമായ കണ്ടുമുട്ടലുണ്ടായി. അതും ചുറ്റുമുള്ളവർക്കൊക്കെ ഏറെ വേദനാജനകമായിരുന്നു. തെളിവെടുപ്പിനിടെ അഫാനെ റഹീം കാണുകയുണ്ടായി. വളരെ വേദനാജനകമായ നിമിഷങ്ങളിൽ കൂടിയാണ് ആ പിതാവും കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്.
എന്തായാലും രാവിലെ വരെ താൻ കട്ടിലിൽ നിന്നാണ് വീണത്, എനിക്കതേ ഓർമ്മയുള്ളൂ, ഞാൻ പറഞ്ഞതാണ് ശരി, അത് കറക്റ്റാണെന്ന് എല്ലാവരോടും ആവർത്തിച്ച് പറഞ്ഞ ആ ഉമ്മ വൈകുന്നേരമായപ്പോൾ അഫാൻ തന്നെയാണ് തന്നെ ഉപദ്രവിച്ചതെന്നും മൊഴി മാറ്റിയതും അന്വേഷണ സംഘത്തിനെ സംബന്ധിച്ച് വളരെ ആശ്വാസം അല്ലെങ്കിൽ ഒരു നിർണായകമായി മാറിയിരിക്കുകയാണ്. കാരണം ഈ മൊഴികളുടെ വൈരുദ്ധ്യം അത് അന്വേഷണ സംഘത്തെ വലിയ രീതിയിലാണ് കുഴക്കിയത്. അതേസമയം ഈ കേസിൻ്റെ നാൾ വഴികളിലേക്ക് നമുക്കൊന്ന് പോകാം. എന്തായാലും കൂട്ടക്കൊലപാതകത്തിൽ പ്രതി അഫാനെതിരെ ആദ്യമായിട്ടാണ് ഉമ്മ ഷെമീന മൊഴി നൽകിയതെന്നതും ശ്രദ്ധേയമാണ്. അഫാൻ ആക്രമിച്ചതാണെന്നാണ് ഷെമീന കിളിമാനൂർ SHOയ്ക്ക് മൊഴി നൽകിയത്. മാത്രമല്ല ഭർത്താവ് അറിയാതെ 35 ലക്ഷത്തിന്റെ കടമുണ്ടെന്നും മൊഴി നൽകിയിട്ടുണ്ട്. സംഭവ ദിവസം 50,000 രൂപ തിരികെ നൽകേണ്ട ഒരു സാഹചര്യം ഉണ്ടായി. വളരെ വലിയ സമ്മർദ്ദത്തിലൂടെ ഈ കുടുംബം കടന്നുപോയെന്ന് വേണം മനസ്സിലാക്കാൻ. ദിവസം ആ പണം ചോദിച്ച് തട്ടത്തുമലയിലെ ബന്ധുവീട്ടിൽ പോയി അധിക്ഷേപം നേരിട്ടു. ഇത് മകന് സഹിച്ചില്ല എന്നാണ് ഷെമീന മൊഴി നൽകിയത്. പിന്നിൽ നിന്ന് വന്ന് തന്റെ കഴുത്തിലുണ്ടായിരുന്ന ഷോൾ മുറുക്കി തന്നെ കൊലപ്പെടുത്താൻ ശ്രമിച്ചുവെന്നും ആ മാതാവ് പറഞ്ഞു. തിരികെ വീട്ടിലെത്തിയപ്പോൾ അഫാൻ ആദ്യം കഴുത്ത് ഞെരിച്ച് ചുമരിൽ തലയടിച്ചു. ഇതോടെ ബോധം നഷ്ടമായി. പിന്നെ ബോധം വന്നപ്പോൾ അഫാൻ ചുറ്റിക കൊണ്ട് തലയ്ക്കടിച്ചു. പിന്നീട് ബോധം വന്നപ്പോൾ താൻ കാണുന്ന കാഴ്ച പോലീസുകാർ ഈ ജനല് മുറിക്കുന്ന അല്ലെങ്കിൽ ജനലരികിൽ നിൽക്കുന്ന ഒരു കാഴ്ചയാണ്. എന്തൊക്കെയാണ് പിന്നീട് സംഭവിച്ചതെന്ന കാര്യമൊക്കെ നമുക്ക് അറിയാവുന്നതാണ്. കേസിന് അതിക്രൂരമായ കൂട്ടക്കൊലപാതകങ്ങൾക്ക് തുടക്കമാവുന്നത് ഷെമീനയെ ഉപദ്രവിച്ച ശേഷം അഫാൻ സൽമ ബീബിയെയും അബ്ദുൽ ലത്തീഫിനെയും ഭാര്യയെയും ഫർസാനെയും അഫ്സാനെയും ഒക്കെ അതിക്രൂരമായി കൊലപ്പെടുത്തുന്നു. ഓരോരുത്തരെയും കൊലപ്പെടുത്താനുള്ള കാരണങ്ങൾ അഫാൻ പറഞ്ഞത് ഏറ്റവും ശ്രദ്ധേയമാണ്. അബ്ദുൽ ലത്തീഫിനെ കൊലപ്പെടുത്തിയത് അദ്ദേഹം പല എതിർപ്പുകളും പ്രകടിപ്പിച്ചു. പണത്തിൻ്റെ പേരിൽ അല്ലെങ്കിൽ പണമില്ലാത്തതിൻ്റെ പേരിൽ ആക്ഷേപിച്ചു. മാത്രമല്ല ഇത്രയും കടം കയറി നീ എങ്ങനെ വിവാഹം കഴിക്കുമെന്ന് ചോദിച്ചു. പലപ്പോഴും പണത്തിൻ്റെ പേരിൽ പണം ചോദിച്ചപ്പോൾ തന്നില്ല. അങ്ങനത്തെ പല ഘടകങ്ങളാണ് ഈ അബ്ദുൽ ലത്തീഫിനെ കൊലപ്പെടുത്തിയത് പകയോടുകൂടിയാണ് എന്ന് തന്നെയാണ് അഫാൻ വെളിപ്പെടുത്തിയിരിക്കുന്നത്. മാത്രമല്ല ലത്തീഫിൻ്റെ ഭാര്യയെ കൊലപ്പെടുത്തിയത് ആ ഒരു സമയത്ത്, അതായത് അവരെ ലക്ഷ്യം വെച്ചതല്ല, പക്ഷേ ആ ഒരു സമയത്ത് അബ്ദുൽ ലത്തീഫിനെ ഉപദ്രവിക്കുന്നത് കണ്ട് ഓടിയെത്തിയ ഇവരെ കൊലപ്പെടുത്തുകയായിരുന്നു. ഫർസാനെ കൊലപ്പെടുത്തിയത് ഫർസാന അഫാന് മാല കൊടുത്തിരുന്നു. അത് തിരികെ ചോദിച്ചതാണ് ഫർസാനയോട് ദേഷ്യമായത്. എന്തായാലും അഫ്സാനെ കൊലപ്പെടുത്തിയത് ഈ കടത്തിന്മേൽ കടം, അങ്ങനെ അവർ കൂട്ടത്തോടെ ആത്മഹത്യയൊക്കെ ചെയ്യാമെന്ന് വിചാരിച്ചിരുന്നതാണ്. അതിനിടയിൽ ഇത്തരത്തിലൊരു കൊലപാതകം എന്നൊരു തീരുമാനത്തിലേക്ക് അഫാൻ എത്തുകയായിരുന്നു. തീർച്ചയായിട്ടും നമ്മുടെ ചുറ്റിൽ നടക്കുന്ന ഇങ്ങനത്തെ സംഭവങ്ങൾ നമുക്കും ഒരു പാഠം തന്നെയാണ്. പ്രത്യേകിച്ച് കടത്തിന്മേൽ കടം, ഭയങ്കര കടമായിരുന്നു ഈ കുടുംബത്തിനുണ്ടായിരുന്നത്. പല ആവശ്യങ്ങൾക്കും നമ്മൾ പലപ്പോഴും കടക്കാരെ സമീപിക്കാറുണ്ട്, അല്ലെങ്കിൽ നമ്മളും കടത്തിലുള്ളവരാണ്. പക്ഷേ കടം വീട്ടാനുള്ളപ്പോൾ അതൊരു കൊലപാതകത്തിലേക്ക് നയിക്കപ്പെടുന്നത് നമ്മുടെ സമീപകാലത്തെ ഒരു കേട്ടുകേൾവി പോലുമില്ലാത്തൊരു സംഭവമാണ്. തീർച്ചയായിട്ടും കടങ്ങളൊക്കെ സ്വാഭാവികമായിട്ടുള്ള കാര്യങ്ങളാണ്. തീർച്ചയായിട്ടും കടങ്ങൾ ഉണ്ടാകും. ഒരു മനുഷ്യനാകുമ്പോൾ സാധാരണക്കാരൊക്കെ പലപ്പോഴും തട്ടിയും മുട്ടിയുമാണ് ജീവിക്കുന്നത്, കടം വാങ്ങിയാണ് ജീവിക്കുന്നത്. കടത്തിന്മേലാണ് പലരും ജീവിക്കുന്നത്. പലരുടെയും വീടുകളിലെ അവസ്ഥയൊക്കെ നമുക്ക് ചിന്തിക്കാവുന്നതാണ്. പക്ഷേ അതിനെയൊക്കെ തരണം ചെയ്ത് മുന്നോട്ട് പോകാൻ നമ്മൾ ശ്രമിക്കുക. അതുമാത്രമല്ല നമുക്ക് ചെയ്യാവുന്ന മറ്റൊരു കാര്യം മാക്സിമം വരവ് അറിഞ്ഞ് ചിലവാക്കുക എന്ന് പറയും. പക്ഷെ പലപ്പോഴും നമ്മളുടെ വരവിനനുസരിച്ച് നമുക്ക് ചിലവാക്കാൻ പറ്റിയെന്ന് വരില്ല. കാരണം ചിലവ് ഭയങ്കര കൂടുതലായിരിക്കും, വരവ് കുറവായിരിക്കും. അങ്ങനത്തെ സാഹചര്യത്തിൽ കൂടി പോകുന്ന കുടുംബങ്ങളുമുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും കൂടുതൽ പ്രാരാബ്ദങ്ങളിലേക്കൊന്നും പോകാതിരിക്കാൻ നമ്മൾ മാക്സിമം നമ്മുടെ ജീവിതം നമ്മുടെ കയ്യിലാണ് ഇരിക്കുന്നത്. അപ്പോൾ മാക്സിമം നമ്മൾ അതൊരു കൈപ്പിടിയിൽ ഒതുക്കാൻ ശ്രമിക്കുക. പ്രാരാബ്ദങ്ങൾ വലിച്ചു വയ്ക്കാതിരിക്കാൻ നമ്മൾ പരിശ്രമിക്കുക, മാക്സിമം പരിശ്രമിക്കുക എന്ന് മാത്രമാണ് ഈ സംഭവത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. സോഷ്യൽ മീഡിയയിലടക്കം വലിയ രീതിയിലുള്ള കമൻറ്റുകളുണ്ട്. അത് കമൻറ്റുകളിൽ പറയുന്നത് നമ്മൾ ആർഭാടം ഒഴിവാക്കണമായിരുന്നു, അല്ലെങ്കിൽ കുട്ടികളെ നമ്മൾ അവരെ കഷ്ടപ്പാട് അറിഞ്ഞ് തന്നെ വളർത്തണമായിരുന്നു എന്നതടക്കമുള്ള കമൻറ്റുകളൊക്കെ സോഷ്യൽ മീഡിയയിലൊക്കെ നിറയുന്നുണ്ട്. ഓരോരോ കുടുംബങ്ങൾ ഓരോരോ സാഹചര്യങ്ങളിൽ കൂടി കടന്നു പോകുമ്പോൾ മാത്രമേ അതെന്താണ് അവർ നേരിടുന്ന സാഹചര്യം എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ എന്നതും ഏറ്റവും ശ്രദ്ധേയമാണ്. കടക്കണിയിൽ നിന്ന് രക്ഷപ്പെടാൻ ആത്മഹത്യ അല്ലാതെ മറ്റു പോംവഴികളൊന്നുമില്ല എന്ന് പരസ്പരം ഇവർ പറഞ്ഞിരുന്നു എന്നതും ശ്രദ്ധേയമാണ്. മാത്രമല്ല ഈ സംഭവ ദിവസം എന്താണ് ഉണ്ടായത് എന്നതടക്കമുള്ള കാര്യങ്ങൾ, അതായത് സംഭവ ദിവസം രാവിലെ 10 മണിക്ക് വീടിനുള്ളിലെ സോഫയിലിരുന്ന് അഫാനും ഉമ്മ ഷെമിയും കടക്കണിയിൽ നിന്ന് രക്ഷപ്പെടാൻ ആത്മഹത്യ അല്ലാതെ മറ്റു പോംവഴികളൊന്നുമില്ല എന്ന് പരസ്പരം പറഞ്ഞു. ഉടനെ ഉമ്മ പൊക്കോളൂ, ഞാനും അവനും പിന്നാലെ വരാമെന്ന് പറഞ്ഞ് ഉമ്മയുടെ തലയിലുണ്ടായിരുന്ന ഷോൾ അഫാൻ കഴുത്തിൽ ശക്തമായി വരിഞ്ഞു മുറുക്കി. ഷെമി സോഫയിൽ നിന്ന് നിലത്ത് വീണു, ഒപ്പം താനും വീണു. പിന്നീട് മുറിക്കുള്ളിലേക്ക് വലിച്ചുകൊണ്ടുപോയി തല ശക്തിയോടെ തറയിൽ ഇടിപ്പിച്ചു. രക്തം വാർന്നൊഴുകുന്നത് കണ്ട് ഉമ്മ മരിച്ചെന്ന് കരുതി മുറിയുടെ വാതിലടച്ച് പുറത്തുപോയി.
അതിനുശേഷമാണ് ബാക്കി കൊലപാതകങ്ങളൊക്കെ അഫാൻ ചെയ്തത്. എന്തായാലും പാങ്ങോട്ടുള്ള കുടുംബ വീട്ടിൽ തനിച്ച് താമസിച്ചിരുന്ന പിതൃമാതാവ് സൽമ ബീവിയുടെ അടുത്തെത്തിയ അഫാൻ എൻ്റെ ഉമ്മ പോയടി എന്ന് പറഞ്ഞു. തുടർന്ന് തലയ്ക്ക് ചുറ്റിക കൊണ്ട് അടിച്ച് മുറിവേൽപ്പിച്ച് 88-കാരിയായ സൽമ ബീവിയെ വകവരുത്തി. അവർ സ്വർണം ചോദിച്ചിട്ട് നൽകിയില്ല എന്നൊരു പരാതി കൂടി അഫാൻ പറയുന്നുണ്ട്. കുഴിയിലോട്ട് കാല് നീട്ടിയിരിക്കുന്ന അവർക്ക് എന്തിനാണ് സ്വർണം, അത് ചോദിച്ചിട്ട് അവർ നൽകിയില്ല, അതുകൊണ്ട് അവരെ കൊലപ്പെടുത്തി അവരുടെ സ്വർണം എടുത്തു എന്നതടക്കമുള്ള പ്രതികരണവും അഫാൻ നടത്തിയിരുന്നു. അവിടെ നിന്നാണ് പിതൃ സഹോദരൻ ലത്തീഫിൻ്റെ വീട്ടിലെത്തി 2 പേരുടെ ജീവൻ എടുത്തത്. ഒടുവിൽ ഉമ്മയുടെ അടുത്തേക്ക് വരണമെന്ന് പറഞ്ഞ് പെൺസുഹൃത്ത് ഫർസാനയെ മുക്കുന്നൂരിലെ വീട്ടിൽ നിന്ന് വിളിച്ചു വരുത്തി. കവലയിൽ നിന്ന് തനിക്കൊപ്പം ബൈക്കിൽ ഇറങ്ങിയ ഫർസാനയോട് ഈ വണ്ടി ഇടിച്ച് താൻ മരിച്ചാൽ എന്ത് ചെയ്യുമെന്ന് യാത്രക്കിടെ പ്രതി ചോദിക്കുന്ന സാഹചര്യമുണ്ടായി. നിനക്കൊപ്പം ഞാനും മരിക്കുമെന്നായിരുന്നു ഫർസാനയുടെ മറുപടി. തുടർന്ന് പേരുമലയിലെ വീടിന് മുന്നിലെത്തിയപ്പോൾ ഗേറ്റ് പൂട്ടിയ നിലയിലായിരുന്നു. താനും ഫർസാനയും മതിൽ ചാടിക്കടന്ന് വീടിനുള്ളിൽ പ്രവേശിക്കുകയും മുകൾ നിലയിലെ മുറിയിലെത്തിച്ച് ഉമ്മ പോയെന്ന് ആദ്യം വെളിപ്പെടുത്തുകയും മുത്തശ്ശിയെയും പിതാവിൻ്റെ ജ്യേഷ്ഠനെയും ഭാര്യയെയും കൊലപ്പെടുത്തിയെന്നും ഫർസാനയോട് പറയുകയും ചെയ്തു. നടുക്കുന്ന വിവരങ്ങൾ കേട്ട് കൈകൾ കൊണ്ട് കണ്ണുപൊത്തി തലകുനിച്ച് ഫർസാന സമീപത്തെ കസേരയിലിരുന്നു. പൊടുന്നനെ നീ കരയില്ലെന്നും ഞാനും അനുജനും നിന്റെ പിന്നാലെ വരുമെന്നും പറഞ്ഞ് അടുത്ത് കരുതിയിരുന്ന ചുറ്റിക കൊണ്ട് 2 തവണ പെൺസുഹൃത്തിന്റെ നെറ്റിയിലടിച്ചു. ആദ്യ ആക്രമണത്തിൽ തന്നെ അവളുടെ ജീവൻ നഷ്ടപ്പെട്ടതും പിന്നീട് തലയ്ക്ക് ചുറ്റും അടിക്കുകയായിരുന്നു എന്നുമാണ് വെളിപ്പെടുത്തൽ. അതിനിടെ ഇഷ്ടഭക്ഷണമായ കുഴിമന്തിയും വാങ്ങി വീട്ടിലേക്ക് മടങ്ങി വന്ന സഹോദരനെ അകത്ത് വിളിച്ച് കയറ്റി ഉമ്മ പോയെന്ന് പറഞ്ഞു. നമുക്ക് ഉമ്മയുടെ അടുത്തേക്ക് പോകാമെന്ന് പറഞ്ഞ് ശബ്ദം പുറത്ത് കേൾക്കാതിരിക്കാൻ ഹാളിനുള്ളിലെ TV ഓണാക്കിയ ശേഷം അഫ്സാന് നേർക്ക് ആദ്യ ആക്രമണം. ഇക്ക ഇക്ക എന്ന് വിളിച്ചുകൊണ്ടായിരുന്നു 14-കാരൻ സ്വന്തം ചേട്ടന്റെ മുന്നേ പിടഞ്ഞു വീണത്. പിന്നാലെ സമീപത്തെ മുറിക്കുള്ളിൽ നിന്ന് അനക്കം കേട്ട് തുറന്നു നോക്കുമ്പോൾ ഉമ്മയുടെ കണ്ണുകൾ ചലിക്കുന്നുണ്ടായിരുന്നു. തുടർന്ന് ചുറ്റിക കൊണ്ട് പലതവണ ഷെമിയുടെ തലയിലടിച്ചു. രക്തം പരന്നൊഴുകിയിട്ടും കണ്ണുകൾ തുറന്നിരുന്നതോടെ ബലമായി മുറുക്കി അടച്ച ശേഷം അഫാൻ പുറത്തു കടന്നു. രക്തത്തിൽ കുളിച്ചുകിടന്ന അനുജന്റെ മൃതദേഹത്തിനരികിലിരുന്ന് ഏറെ നേരം കരഞ്ഞ ശേഷമാണ് രക്തക്കറ പുരണ്ട വസ്ത്രങ്ങൾ മാറ്റി കുളിച്ചത്. ഒടുവിൽ അടുക്കളയിലെ ഗ്യാസ് തുറന്നു വിട്ടു. തുടർന്ന് ശീതളപാനീയത്തിൽ എലിവിഷം കലർത്തി കുടിച്ച ശേഷം വീടിന് പുറത്തു കടന്നു. ബൈക്ക് സ്റ്റാർട്ടാകാതെ വന്നതോടെ ഓട്ടോ പിടിച്ച് വെഞ്ഞാറമൂട് പോലീസ് സ്റ്റേഷനിലെത്തി വിവരം അറിയിച്ചു. ഫെബ്രുവരി 24-ാം തീയതി ഒരുപാട് ജീവനുകൾ നഷ്ടമായ അഫാൻ എന്ന 23-കാരന്റെ കയ്യിൽ പിടഞ്ഞ ആ ദിവസം നടന്ന സംഭവങ്ങളാണിത്. ഉമ്മയെയും താൻ ഏറ്റവും കൂടുതൽ സ്നേഹിച്ച അനുജനെയും കാമുകയെയും കൊലപ്പെടുത്തിയതിൽ തനിക്ക് കുറ്റബോധം ഉണ്ടെങ്കിലും മറ്റു 3 പേരോടും തനിക്ക് അടങ്ങാത്ത പകയായിരുന്നു എന്നാണ് അഫാൻ പറഞ്ഞത്. അവർ മരിക്കേണ്ടവർ തന്നെയാണെന്നുമായിരുന്നു അഫാൻ അന്വേഷണ സംഘത്തോട് പറഞ്ഞത്. മകന്റെ ഈ പ്രവൃത്തികൾ കൊണ്ട് സ്വന്തം രക്തബന്ധത്തിലുള്ളവരെ തന്നെയാണ് റഹീമിന് നഷ്ടമായത്. ഇതോടെ നാട്ടിലും വീട്ടിലും കുടുംബത്തും ഷെമിയും റഹീമും ഒറ്റപ്പെട്ട അവസ്ഥയിലായിരിക്കുകയാണ്. കൊടും ക്രിമിനലായും സ്വന്തം മക്കളെ സ്നേഹിക്കാൻ പാടില്ലെന്ന് പറയാനുള്ള അവകാശം ആർക്കും തന്നെ ഇല്ല. അത് അങ്ങനെ പറയാൻ കഴിയില്ല. കാരണം മക്കൾ എത്ര തെറ്റ് ചെയ്താലും അവരെ നേർവഴിക്കാക്കേണ്ടത് മാതാപിതാക്കൾ തന്നെയാണ്. എങ്കിൽ പോലും അത് അംഗീകരിക്കാൻ ചിലപ്പോൾ മാതാപിതാക്കൾക്ക് കഴിഞ്ഞെന്ന് വരില്ല. അതിന് അവർക്ക് ഒരുപാട് സമയമെടുക്കും. ആ ഒരു സത്യങ്ങൾ അതിനോട് പൊരുത്തപ്പെടാൻ അവർക്ക് സമയം എടുക്കുക തന്നെ ചെയ്യും. ആ ഒരു സമയം ഷെമിക്കും അനുവദിക്കപ്പെടണം. തീർച്ചയായിട്ടും ഷെമിക്ക് ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ടാകും. മാത്രമല്ല ഷെമിയുടെ നാവിൻ തുമ്പത്തിരിക്കുന്ന ഒരുപാട് രഹസ്യങ്ങൾ, സാമ്പത്തിക ഇടപാടുകളുമായി ബന്ധപ്പെട്ടുള്ള വിഷയത്തിലായാലും മറ്റ് ഈ കേസിന് നിർണായകമാകുന്ന മറ്റു പല വെളിപ്പെടുത്തലുകളും നടത്താൻ ഷെമിക്ക് മാത്രമേ ഇനി കഴിയുകയുള്ളൂ. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.